തനിക്ക് അപകടമാകും പിണറായി വിജയനോട് കളിക്കുന്നത് തനിക്ക് അപകടമാകുമെന്ന് മനസ്സിലാക്കി ആരിഫ് മുഹമ്മദ് ഖാൻ തടിയൂരാമെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വിചാരിക്കേണ്ട. അക്കാര്യമാണ് പുതുതായി സുപ്രീം കോടതിയിൽ പിണറായി വിജയൻ സർക്കാർ ചോദ്യം ചെയ്യുന്നത്. സംസ്ഥാന സർക്കാരിന്റെ നീക്കം കൃത്യമാണ്. ഗവർണർ ഇനിയും ഈ നടപടി തുടരുകയാണെങ്കിൽ സുപ്രീം കോടതിയിൽ വെച്ച് നേരിടാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ആരിഫ് മുഹമ്മദ് ഖാൻ സുപ്രീം കോടതിയിൽ തോൽവി ഏറ്റുവാങ്ങേണ്ടി വരും എന്ന വിശ്വാസമാണ് സംസ്ഥാന സർക്കാരിനുള്ളത്. ഇത്തരത്തിലൊരു പരാമർശം സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് വന്നാൽ അത് പിണറായി വിജയന്റെ വിജയമായിരിക്കും. ഒരു ഇടവേളയ്ക്ക് ശേഷം സർക്കാർ ഗവർണർ ഏറ്റുമുട്ടൽ വീണ്ടും ശക്തമാകുകയാണ്. നിയമസഭ പാസാക്കിയ ബില്ലുകളിൽ ഒപ്പിടാതെ നീട്ടിക്കൊണ്ടുപോകുന്ന ഗവർണറുടെ രീതിക്കെതിരെ സർക്കാർ സമർപ്പിച്ച ഹർജിയിൽ മാറ്റം വരുത്തി. ഭേദഗതി ചെയ്ത ഹർജിയിൽ നിയമസഭ പാസാക്കുന്ന ബില്ലുകളിൽ ഗവർണർ തീരുമാനമെടുക്കുന്നതിന് മാർഗരേഖ പുറത്തിറക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത്. ഇതിനായി സമയക്രമം ഉൾപ്പെടെ നിശ്ചയിക്കണമെന്നാണ് ആവശ്യം. ഭരണഘടനാപരമായ അധികാരങ്ങൾ വിനിയോഗിക്കുന്നതിൽ ഗവർണർക്ക് വീഴ്ച പറ്റിയെന്ന് വിധിക്കണമെന്നും ഹർജിയിൽ ആവശ്യമുണ്ട്. ഗവർണറുടെ പരിഗണനയിൽ ഇരിക്കുന്ന ബില്ലുകളിൽ അടിയന്തരമായി തീരുമാനമെടുക്കാൻ നിർദ്ദേശം നൽകണമെന്നും സുപ്രീം കോടതിയിൽ നൽകിയ ഹർജിയിൽ സംസ്ഥാന സർക്കാർ ചൂണ്ടിക്കാട്ടുന്നു. ബില്ലുകളിൽ തീരുമാനം വൈകിപ്പിക്കുന്നതിലൂടെ ഗവർണർ ജനങ്ങളോടും നിയമസഭാംഗങ്ങളോടും കടുത്ത അനീതിയാണ് കാണിക്കുന്നതെന്ന് ചൂണ്ടിക്കാട്ടി നേരത്തെ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ ഹർജി സമർപ്പിച്ചിരുന്നു. പല കേസുകളിലായി ഗവർണർമാരുടെ ഇത്തരം നടപടികൾക്കെതിരെ സുപ്രീം കോടതി രൂക്ഷ വിമർശനം നടത്തിയെന്നതും ശ്രദ്ധേയമായ വസ്തുതയാണ്. പുതിയ ഹർജിയിൽ എന്തായിരിക്കും സുപ്രീം കോടതി നിലപാടെന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. നേരത്തെ ഗവർണർക്കെതിരെ പ്രധാനമന്ത്രിക്കും രാഷ്ട്രപതിക്കും സംസ്ഥാന സർക്കാർ കത്ത് അയച്ചിരുന്നു. ഗവർണറെ തിരികെ വിളിക്കണം എന്നാവശ്യപ്പെട്ടായിരുന്നു കത്ത്. ഗവർണർ ചുമതല നിറവേറ്റുന്നില്ലെന്നും നിരന്തരം പ്രോട്ടോകോൾ ലംഘനം നടത്തുന്നുവെന്നും കത്തിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഗവർണറും സംസ്ഥാന സർക്കാരും തമ്മിൽ കാലങ്ങളായി നിലനിൽക്കുന്ന ഭിന്നതയിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നുമുള്ള നിർണായക നീക്കമാണ് ഈ കത്തയക്കൽ നടപടി. ഗവർണറുടെ പ്രോട്ടോകോൾ ലംഘനവും കത്തിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. കേരള സർവകലാശാല സെനറ്റിൽ ABVP പ്രവർത്തകരെ നിയമിച്ച ഗവർണറുടെ നടപടിക്കെതിരെ SFI നടത്തിയ പ്രതിഷേധങ്ങളോട് ഗവർണർ പ്രതികരിച്ച രീതിയാണ് സംസ്ഥാനം ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് ഗവർണർ സർക്കാർ പോര് വീണ്ടും തുടരുന്നു അല്ലെങ്കിൽ രൂക്ഷമാകുന്നു എന്നുള്ള സൂചനകൾ തന്നെയാണ് സുപ്രീം കോടതിയിൽ നേരത്തെ നൽകിയ ഹർജി വീണ്ടും മാറ്റിക്കൊണ്ട് ഹർജിയിൽ ചില മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് കൂടുതൽ വ്യക്തത തേടിക്കൊണ്ട് ഹർജിയിൽ തിരുത്തൽ നടത്തിക്കൊണ്ട് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെടുന്നത്. പ്രധാനമായും നേരത്തെ സൂചിപ്പിച്ച പോലെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് രാഷ്ട്രപതിക്കും പ്രധാനമന്ത്രിക്കും ആഭ്യന്തര മന്ത്രാലയത്തിനുമൊക്കെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കത്തയച്ചത്. നിരന്തരമായി ഗവർണർ പ്രോട്ടോകോൾ ലംഘനം നടത്തുന്നു. SFIക്കെതിരെ നടത്തിയ ആ ഷോ നമ്മളെല്ലാവരും കണ്ടതാണ്. ഷോ എന്ന് പറഞ്ഞതും ഈ മുഖ്യമന്ത്രി പിണറായി വിജയനും അതോടൊപ്പം തന്നെ CPIM-ഉമാണ്. കാരണം SFI പ്രവർത്തകർ കരിങ്കൊടി കാണിക്കുമ്പോൾ കരിങ്കൊടി പ്രതിഷേധങ്ങൾ സ്വാഭാവികമായും സംസ്ഥാനത്തിന്റെ ഉടനീളം മന്ത്രിമാർക്കെതിരെയും ഒക്കെ നടക്കാറുണ്ട്. പക്ഷേ ഗവർണർ സ്വമേധയാ വാഹനത്തിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നു. എന്നിട്ട് ഈ SFI പ്രവർത്തകരെ അവരെ ബ്ലഡി ക്രിമിനൽസ് എന്ന് വിളിക്കുന്നു. അവരെ കൂടുതൽ പ്രകോപിപ്പിക്കുന്നു. കോഴിക്കോട് മിഠായി തെരുവിൽ ഇറങ്ങി നടക്കുന്നു. അത്തരത്തിൽ ഗവർണർക്കെതിരെ ഒരു ആക്രമണം ഏതെങ്കിലും തലത്തിൽ നിന്നും ഉണ്ടാവുക, പിന്നീട് ആ ഒരു വിഷയം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രാഷ്ട്രപതി ഭരണം വരുത്താനുള്ള നടപടിയുമായി മുന്നോട്ട് പോവുക തുടങ്ങി സർക്കാരിനെ എത്രത്തോളം പ്രകോപിപ്പിക്കാനാവുമോ ആ തരത്തിലെല്ലാം തന്നെ ഗവർണർ പ്രകോപിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ഇതെല്ലാം തന്നെ കേന്ദ്രത്തെ സംബന്ധിച്ചിടത്തോളം ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ഔദ്യോഗികമായി ഒരു കത്തിലൂടെ ഇക്കാര്യം ആവശ്യപ്പെടുന്നു. ഈ ആവശ്യത്തെ തുടർന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഡൽഹിയിലെത്തിയപ്പോൾ അതിന് മറുപടി ചോദിച്ചു എന്നാണ് നമ്മൾക്കറിയാൻ സാധിക്കുന്നത്. അമിത്ഷാക്കടക്കം ഹിന്ദിയിൽ എഴുതിയ മറുപടി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നൽകിയിട്ടുണ്ട് എന്നാണ് പുറത്തുവരുന്ന വിവരം. പ്രധാനമന്ത്രിയെയും രാഷ്ട്രപതിയെയും ഇതിനിടയിൽ കണ്ടിട്ടുണ്ടാകാമെന്നും അനുമാനങ്ങളുണ്ട്. എന്തായാലും പുതിയ നീക്കം, അതായത് സംസ്ഥാന സർക്കാരിന്റെ നീക്കം കൃത്യമാണ്. ഗവർണർ ഇനിയും ഈ നടപടി തുടരുകയാണെങ്കിൽ സുപ്രീം കോടതിയിൽ വെച്ച് നേരിടാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഗവർണർ ബില്ലുകൾ വൈകിപ്പിക്കുന്നത് ഭരണഘടനയോടും വോട്ട് ചെയ്ത് വിജയിപ്പിക്കുന്ന സാധാരണ വോട്ടർമാരോടുമൊക്കെ ചെയ്യുന്ന അനീതിയാണ്. കാരണം അത്രയും ആളുകൾ ഭൂരിപക്ഷ സർക്കാർ തീരുമാനിക്കുന്ന നിയമങ്ങൾ അല്ലെങ്കിൽ അവർ നിർമ്മിക്കുന്ന ബില്ലുകളിൽ ഗവർണർ ഒപ്പിടാതിരിക്കുക, അത്തരത്തിലൊരു ഭരണസ്തംഭനം ഉണ്ടാക്കാനാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ
മറ്റ് സംസ്ഥാനങ്ങൾ ഇത്തരത്തിൽ സുപ്രീം കോടതിയെ സമീപിക്കുകയും അവർക്ക് ആവശ്യമായ രീതിയിലുള്ള അല്ലെങ്കിൽ അവർ ആഗ്രഹിച്ച വിധി നേടിയെടുക്കുകയും ചെയ്തിരുന്നു. സുപ്രീം കോടതി ഗവർണർമാരെ രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തിരുന്നു. ഇത് കേരള ഗവർണർക്കും ബാധകമാണെന്ന് മറ്റൊരു സംസ്ഥാനത്തിന്റെ ഗവർണറുടെ കേസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ആ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സംഭാഷണത്തിന്റെ അല്ലെങ്കിൽ ആ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കോടതി വ്യവഹാരങ്ങൾ നടക്കുന്നതിനിടെ കോടതി അത്തരമൊരു വാക്ക് പറഞ്ഞു. ഇത് തനിക്ക് അപകടമാകും, പിണറായി വിജയനോട് കളിക്കുന്നത് തനിക്ക് അപകടമാകുമെന്ന് മനസ്സിലാക്കി ആരിഫ് മുഹമ്മദ് ഖാൻ. അതുകൊണ്ട് തന്നെയാണ് ഒരു ബില്ലിൽ മാത്രം ഒപ്പിട്ടതിന് ശേഷം മറ്റു ബില്ലുകൾ രാഷ്ട്രപതിക്ക് അയച്ചത്. അതുകൊണ്ട് തന്നെ രാഷ്ട്രപതിക്ക് അയച്ച് അങ്ങ് തടിയൂരാമെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വിചാരിക്കേണ്ട. അക്കാര്യമാണ് പുതുതായി സുപ്രീം കോടതിയിൽ പിണറായി വിജയൻ സർക്കാർ ചോദ്യം ചെയ്യുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. അത്തരത്തിൽ എത്രത്തോളം ഒരു സമയം ആസ് സൂൺ ആസ് പോസിബിൾ, അതായത് എത്രയും വേഗം ബില്ലുകളിൽ ഒപ്പിടാനുള്ള അതിനൊരു സമയപരിധി ഗവർണർമാർക്ക് നിശ്ചയിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ എല്ലാ ബില്ലുകളും ഇത്തരത്തിൽ രാഷ്ട്രപതിക്ക് അയക്കുകയാണെങ്കിൽ എന്തിനാണ് ഒരു സംസ്ഥാന സർക്കാർ ഭൂരിപക്ഷത്തോടുകൂടി വിജയിച്ച് മന്ത്രിസഭ രൂപീകരിച്ച് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സർക്കാരിന് ഒരു നിയമം പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ സാധിക്കുന്നില്ലെങ്കിൽ എന്തിനാണ് ഇത്തരമൊരു സംവിധാനം എന്ന ചോദ്യമാണ് ഉയരുന്നത്. ഗവർണറെ പോലെ ഒരു നോമിനേറ്റഡ് പദവി അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ നോമിനിയായി സർക്കാരിന്റെ ഭരണത്തലവനായിരിക്കുക, ഈ ബില്ലുകളെല്ലാം പാസ്സാക്കുക, അത്തരത്തിൽ ഭരണഘടനാപരമായ ചുമതലകൾ നിർവഹിക്കേണ്ട ഒരു ഗവർണർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടെ ഭരണസ്തംഭനം വരുത്തുക എന്നുള്ളതാണ്. ഒരു സംസ്ഥാനത്തെ ഒരു നിയമനിർമ്മാണം അല്ലെങ്കിൽ ഒരു ബില്ല് കൊണ്ടുവരുമ്പോൾ അത് ഗവർണറുടെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നീട് അത് വീണ്ടും രാഷ്ട്രപതിക്ക് അയക്കേണ്ട സാഹചര്യം എന്താണുള്ളത്. അതുകൊണ്ട് ഏതെല്ലാം ബില്ലുകൾ രാഷ്ട്രപതിക്ക് അയക്കാം, ഏതെല്ലാം ബില്ലുകൾ രാഷ്ട്രപതിക്ക് അയക്കാതിരിക്കണം, അതിലൊരു വ്യക്തത വേണമെന്നുകൂടി സുപ്രീം കോടതിയിൽ കേരളം ആവശ്യപ്പെടുമ്പോൾ സ്വാഭാവികമായും ഗവർണർമാർക്കെതിരെ പൊട്ടിത്തെറിച്ചുകൊണ്ടിരിക്കുന്ന സുപ്രീം കോടതി ആരിഫ് മുഹമ്മദ് ഖാനെതിരെയും പൊട്ടിത്തെറിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ആരിഫ് മുഹമ്മദ് ഖാൻ സുപ്രീം കോടതിയിൽ തോൽവി ഏറ്റുവാങ്ങേണ്ടി വരും എന്ന വിശ്വാസമാണ് സംസ്ഥാന സർക്കാരിനുള്ളത്. എന്തായാലും ഇത്തരം ചില കാര്യങ്ങളിൽ വ്യക്തത വേണം. അതോടൊപ്പം തന്നെ ഗവർണർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നടപടികളെല്ലാം തന്നെ ഭരണഘടനാ വിരുദ്ധമാണെന്നും അല്ലെങ്കിൽ ഗവർണർ ചെയ്തത് തെറ്റാണെന്നും കോടതി വിധിക്കണം എന്ന ഒരു ആവശ്യം കൂടി സംസ്ഥാന സർക്കാർ കോടതിയിൽ ആവശ്യപ്പെടുന്നു. അത്തരത്തിലൊരു പരാമർശം സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് വന്നാൽ അത് പിണറായി വിജയന്റെ വിജയമായിരിക്കും. അത് പിണറായി വിജയൻ സർക്കാരിനോട് ജനങ്ങൾ അർപ്പിച്ച വിശ്വാസത്തിന്റെ തെളിവായിരിക്കും എന്ന രീതിയിൽ ഇടതുപക്ഷം ആ സംഭവങ്ങളെല്ലാം തന്നെ ഉപയോഗപ്പെടുത്തുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് ഗവർണർ സർക്കാർ പോര് ഇനിയും തുടരുന്ന ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കുന്നതാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് പല സമയത്തും പല സാഹചര്യങ്ങളും ഇത്തരത്തിൽ അവസാനം ഗവർണർ അഴയാറുണ്ട്, മഞ്ഞുരുകാറുണ്ട്, ഈ പ്രശ്നങ്ങളെല്ലാം അവസാനിക്കാറുണ്ട്. പിന്നീട് ഗവർണറുടെ ആവശ്യപ്രകാരം തന്നെ ഗവർണറുടെ ആവശ്യ അനുസരണങ്ങൾ നിറവേറ്റി കൊടുക്കാറുണ്ട്. അദ്ദേഹത്തിന് എപ്പോഴും സർക്കാർ ഗവർണറുമായി കടംപിടുത്തം പിടിക്കാറില്ല. ഗവർണറെ ആവശ്യപ്പെട്ട പല സംഭവങ്ങളും സംസ്ഥാന സർക്കാർ നൽകി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഗവർണർ താൻ എല്ലാ ബില്ലിലും ഒപ്പിട്ട് തരാം അല്ലെങ്കിൽ അത്തരത്തിലൊരു അനുനയ നീക്കം വരികയാണെങ്കിൽ ചിലപ്പോൾ ഈ സുപ്രീം കോടതിയിൽ നൽകിയിരിക്കുന്ന ഹർജി പോലും സംസ്ഥാന സർക്കാർ ചിലപ്പോൾ പിൻവലിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഗവർണർ ഇത് ഇനിയും ഒരു 5 വർഷം തനിക്ക് ഗവർണറായി തുടരാൻ വേണ്ടി കേന്ദ്ര സർക്കാരിനോ അല്ലെങ്കിൽ ഭരിക്കുന്ന പാർട്ടിയായ BJPക്കോ വേണ്ടി വിടുപണി ചെയ്യുകയാണെന്നുള്ള ആക്ഷേപമൊക്കെ ഇടതുപക്ഷത്തിന്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് അന്വർത്ഥമാക്കുന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തികൾ എന്ന ആക്ഷേപമാണ് സ്വാഭാവികമായും ഉയർന്നു വരുന്നത്. എന്തായാലും കോടതി ഇനി തീരുമാനിക്കട്ടെ സംസ്ഥാന സർക്കാരാണോ ഗവർണറാണോ സത്യം എന്നുള്ളത്.